ഹലോ, അപ്പോൾ ഇന്നൊരു സൽക്കാര വ്ളോഗുമായിട്ടാണ്. അപ്പോൾ അതാ നൈറ്റാണ് കേട്ടോ സൽക്കാരം വരുന്നത്. അപ്പോൾ ഫ്രൂട്ട് സലാഡിനേക്കുള്ള ആപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നാരങ്ങ ഒന്ന് സ്ക്യൂസ് ചെയ്ത് വെക്കുന്നുണ്ട്, നാരങ്ങ വെള്ളത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇറക്കിക്ക് പത്തിരിക്ക് വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ പത്തിരിയൊക്കെ ഒന്ന് പരത്താനുള്ള റെഡിയാക്കി വെക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അരിപ്പത്തിരി ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി ഫ്രൂട്ട് സലാഡിൻ്റെ പണികളൊക്കെ ഇതാ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പുറം മീൻപത്തിരിയൊക്കെ ഇതാ പരത്തിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ട്രേയിലാക്കിയിട്ട് പരത്തിയിട്ട് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതാ ഇറക്കിക്ക് പത്തിരിൻ്റെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ റൊട്ടി ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഇപ്പുറം കേറ്ററിങ്ങിൻ്റെ ടീം അവരുടെ ജോലി ഓരോന്നായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാട ഫ്രൈക്ക് കായൊക്കെ തേച്ച് വെക്കുന്നുണ്ട്. ഇപ്പുറം മീൻപത്തിരി ഓരോന്നായിട്ട് വേകുന്നതിനനുസരിച്ച് ഓരോ പ്ലേറ്റിലാക്കിയിട്ട് പരത്തി എടുക്കുന്നുണ്ട്. പിന്നെ അകത്ത് പോയപ്പോൾ ഇതാ ഹോളൊക്കെ നല്ല അടിപൊളിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ റൂമിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നൈറ്റാണ് സൽക്കാരം വരുന്നത്, മരുവിന് ശേഷമാണ് കേട്ടോ. പിന്നെ ഇതാ ഒരു ഭാഗത്ത് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഫ്രൂട്ട്സിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വത്തക്കയിൽ എന്തൊക്കെ ചെയ്യാം, അതേപോലെ പൈനാപ്പിൾ എന്തൊക്കെ ചെയ്യാം, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇത് ഇറക്കിക്ക് പത്തിരിയിലേക്കുള്ള കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ടിൻ്റെ ബാസ്ക്കറ്റ് വത്തക്കൻ്റെ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ ഇട്ട് പിന്നെ കാറ്ററിങ്ങിൻ്റെ ടീം അൽസ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള അൽസായിരുന്നു കേട്ടോ. പിന്നെ മക്കൾസൊക്കെ ഇതാ ഒരു ഭാഗത്തു നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. പിന്നെ അങ്ങനെ നേരെ പന്തലിലേക്ക് പോയി അവിടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ വെക്കാനായിട്ട് പൈനാപ്പിൾ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട്. പിന്നെ മാരി പോയപ്പോൾ ഉന്നക്കായും കട്ട്ലറ്റൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൂട്ടി ചായ ഒടിച്ചു. പിന്നെ കാറ്ററിങ്ങിൻ്റെ ടീമിൻ്റെ മക്രോണി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാനിടുന്നുണ്ട് കേട്ടോ. പിന്നെ മന്തിൻ്റെ ദമ്മ് സെറ്റായപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ മാഷാഅല്ലാഹ് നല്ല ടേസ്റ്റുള്ള മന്തിയായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഫുൾ സെറ്റായിരിക്കുകയാണ്. അപ്പോൾ അത് അവർ വരുന്നു വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ മുറ്റത്ത് പന്തലിലേക്ക് പോയിട്ട് ഡെസേർട്ടിൻ്റെ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. മുട്ടമാല, അതേപോലെ ഫ്രൂട്ട്സ്, പുഡിങ് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്. പിന്നെ കുടിക്കാനായിട്ട് ബട്ടർ ജ്യൂസാണ്. ബട്ടർ ജ്യൂസിൽ മാംഗോൻ്റെ ഐസ്ക്രീം കൂടെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് വാട്ടർ മെലോണിൻ്റെ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി റൗണ്ടായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു ഭാഗത്ത് ഇതാ മസാലപ്പൊട്ട് റെഡി ആകുന്നുണ്ട്. ചെമ്മീൻ്റെതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഇതാ വാട്ടർ മെലോണിൻ്റെ ഈ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം 8 മണിയാകുമ്പോഴത്തേക്ക് സൽക്കാരക്കാരൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുത്തു. പിന്നെ ഇതാ രാത്രിയത്തെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് ഏകദേശം ഒരു 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു തിരിച്ചെത്താം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബായ്.